ഓക്കെ, നമസ്കാരം. പ്ലസ് ടുവിൻ്റെ അടുത്ത എക്സാമാണ് എലമെൻ്ററി കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റംസ് എന്ന് പറയുന്ന വിഷയം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 4 മൊഡ്യൂളും നമ്മൾ ഓൾറെഡി കവർ ചെയ്തേക്കാണ്. ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 4 മൊഡ്യൂളിലും ഒന്ന് നമുക്ക് ക്വിക്കായിട്ടൊരു റിവിഷൻ നടത്തുക. അപ്പോൾ അതിൽ നിന്ന് വരാനുള്ള ചാൻസുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് കാണുക. അതേപോലെ അതിലുള്ള കൺസെപ്റ്റ് നമ്മൾ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലെ കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എന്തായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് മെയിനായിട്ട്? അതിൽ ഇലക്ട്രിക്കൽ ഹസാർഡ്സ് അല്ലേ, നമ്മൾ ഇലക്ട്രിക്കൽ ഷോക്ക്, അതേപോലെ എന്തായിരുന്നു അതിൻ്റെ എഫക്റ്റ്, അതേപോലെ പ്രിക്കോഷൻ അഗെയിൻസ്റ്റ് ഇലക്ട്രിക്കൽ ഷോക്ക് അല്ലേ, അതേപോലെ പ്രൊസീജിയർ ടു ബി ടേക്കൺ വെൻ ആൻ ആക്സിഡൻറ്റ് ഡ്യൂ ടു ഇലക്ട്രിക് ഷോക്ക് ഒക്കേഴ്സ്. എന്തായിരുന്നു നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഷോക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ അതിൽ പറയുന്നത് ഇലക്ട്രിക്കൽ സേഫ്റ്റിയാണ്. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണം, അതേപോലെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സെക്ഷനാണ് സേഫ്റ്റി ഡിവൈസസ് പറയുന്നത്. അതേപോലെ മൂന്നാമത്തെ സെക്ഷനായിരുന്നു ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഹൗസ് ഹോൾഡ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ലാമ്പ്, സീലിംഗ് ഫാന്, അയൺ ബോക്സ്, മിക്സർ ഗ്രൈൻഡർ, ഹീറ്റർ, ഇൻഡക്ഷൻ കുക്കർ എന്നിങ്ങനെ നമ്മളിവിടെ ഈ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്ന ഇത്രയും ഇലക്ട്രിക്കൽ അപ്ലയൻസസിനെ പറ്റി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ നമുക്ക് എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞേക്കുന്നത് കാൽക്കുലേഷൻ ഓഫ് പവർ ആൻഡ് എനർജി കൺസപ്ഷൻ ഓഫ് ലിസ്റ്റഡ് എക്യുപ്മെൻറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ നാലാമത്തെ സെക്ഷൻ എന്തായിരുന്നു? എനർജി കൺസർവേഷൻ അല്ലേ. അതിലെന്തായിരുന്നു? ഇമ്പോർട്ടൻസ് ഓഫ് എനർജി കൺസർവേഷൻ, ടിപ്സ് എന്തൊക്കെയാണ്, എന്തിന് നമ്മൾ എങ്ങനെ നമ്മൾ എനർജി കൺസേർവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ റെഫ്രിജറേറ്റർ, ടെലിവിഷൻ, ലൈറ്റിങ്സ്, ഈ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ നമുക്ക് എനർജി കൺസേർവ് ചെയ്ത് ഇതേപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഈ അപ്ലയൻസസ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങൾ കണ്ടായിരുന്നു. അതേപോലെ എന്താണ് എനർജി, നമ്മൾ ഈ പറഞ്ഞ സെലക്ടിങ് എനർജി എഫിഷ്യൻ്റ് അപ്ലയൻസസ് ഇൻ ഡൊമസ്റ്റിക് സെക്ടർ, അതേപോലെ ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് ഹോം അപ്ലയൻസസ് ആൻഡ് ദി ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി സ്റ്റാർ റേറ്റിംഗ്. ഇത്രയാണ് നമ്മൾ മൊഡ്യൂൾ 1 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസിനെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഏറ്റവും ബേസിക്കലി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ് ഇലക്ട്രിക് ഷോക്ക്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഷോക്ക് എന്താണെന്നുള്ള ഡെഫിനിഷൻ നിങ്ങൾ കാണണം. അതേപോലെ ഇലക്ട്രിക് എമർജൻസി പ്രൊസീജിയർ ടു ബി ഫോളോഡ് റെസ്ക്യൂ പേഴ്സൺ ഇഞ്ചേർഡ് ബൈ ആൻ ഇലക്ട്രിക് ഷോക്ക്. ഇത് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്നിരുന്നാലും നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇലക്ട്രിക് ഷോക്ക് അതിൻ്റെ ഡെഫിനിഷൻ എന്തായാലും നോക്കുക, കാരണം നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ കണ്ട കാര്യങ്ങളാണ്. അതേപോലെ ഒരു ഇലക്ട്രിക് ഷോക്ക് വന്നു കഴിഞ്ഞാൽ ബോഡിക്ക് ഉണ്ടാകുന്ന എഫക്റ്റുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങൾ. അതേപോലെ ആ എഫക്റ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ ഒരുപാട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ കാര്യങ്ങൾ നോക്കുക. അതേപോലെ ഒരാൾക്ക് ഇലക്ട്രിക് ഷോക്ക് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ്. അപ്പോൾ സേഫ്റ്റി പ്രിക്കോഷൻസ്, ഇലക്ട്രിക് ഷോക്കിന് നമ്മൾ എങ്ങനെ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കാം, അപ്പോൾ ഏതൊക്കെ തരത്തിൽ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ നിങ്ങൾ എമർജൻസി പ്രൊസീജിയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് നിങ്ങൾ ഒരാൾക്ക് ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഷോക്ക് ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ആളെ സേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അതേപോലെ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി അല്ലേ. അപ്പോൾ അതിൽ എന്താണ് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി വരുന്നത്? അതിൽ മസ്റ്റായിട്ട് നോക്കേണ്ട സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളുണ്ടല്ലേ. കുറച്ച് എക്യുപ്മെൻറ്റ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാർ റേറ്റിംഗ് പറയുന്നുണ്ട്, മസ്റ്റായിട്ട് സ്റ്റാർ റേറ്റഡ് ചെയ്യേണ്ട എക്യുപ്മെൻറ്റ്സിനെ പറ്റി. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കുക. അതേപോലെ പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഫ്യൂസിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് നോക്കണം. അതേപോലെ MCCB, RCCBൻ്റെ കാര്യങ്ങൾ നോക്കുക. ELCBയുടെ വർക്കിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ നോക്കുക. MCCBയുടെ എന്താണ് വർക്കിംഗ്, അതിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം നോക്കുക കേട്ടോ. ഈ ഫ്യൂസ്, RCCB, ELCB ആൻഡ് MCCB ഇതിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം ചിത്രങ്ങൾ വരയ്ക്കാൻ പഠിക്കുക, അതിൻ്റെ പാർട്സുകൾ അടയാളപ്പെടുത്തുക. അതേപോലെ അതിൻ്റെ വർക്കിംഗ് നിങ്ങൾ എന്ത് പറയുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ആ വർക്കിങ്ങിനെ നമുക്ക് 2 രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം, എങ്ങനെ നോർമൽ കണ്ടീഷനും അതേപോലെ ഫോൾട്ട് കണ്ടീഷനിലും. അപ്പോൾ ആ രണ്ടും നിങ്ങൾ എന്ത് ചെയ്യാം, ഏതൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഡയഗ്രാം വരച്ചതിന് ശേഷം അതിൻ്റെ പാർട്സ് മാർക്ക് ചെയ്ത് അതിലെന്ത് ചെയ്യണം, നിങ്ങൾ പറഞ്ഞ പോലെ നോർമൽ വർക്ക് കണ്ടീഷനും അതേപോലെ ഫോൾട്ട് കണ്ടീഷനും എങ്ങനെയാണുള്ളത് നോക്കണം. അതേപോലെ സ്പെസിഫിക്കേഷൻ ടേബിൾ അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സ്പെസിഫിക്കേഷൻ ടേബിൾ നമ്മൾ ഓരോ സെക്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ നിങ്ങൾ ഇത്രയും ഞാനിപ്പം കാണിച്ച ഇത്രയും എക്യുപ്മെൻറ്റ്സിൻ്റെ അപ്ലയൻസസിൻ്റെ എന്താണ് ടേബിൾ നിങ്ങൾ അതിലെന്തൊക്കെ വേണം എന്നുള്ളത് അല്ലേ. ഓരോ അയൺ ബോക്സിനാകുമ്പോൾ പവർ വേണം, പവർ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം.
അതേപോലെ വോൾട്ടേജ്, നമ്മൾ സപ്ലൈ ഫ്രീക്വൻസി, അതിൻ്റെ ഇപ്പോൾ ഒരു ഫാൻ ആണെങ്കിൽ അതിൻ്റെ സ്വീപ്പ് എത്ര, അതേപോലെ ലാമ്പ് ആണെങ്കിൽ അതിൻ്റെ കെൽവിൻ ടെമ്പറേച്ചർ എത്ര, അതേപോലെ നിങ്ങൾ ഇൻഡക്ഷൻ കുക്കറാണ് അതിൻ്റെ പവർ എത്ര വാട്ടേജ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അതിൻ്റെ എത്ര കിലോഗ്രാം അത് ലോഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഓരോ ടേബിളിൽ നിങ്ങൾ കാണണം. അതേപോലെ നമ്മൾ കാൽക്കുലേഷൻ ഓഫ് പവർ ആൻഡ് എനർജി കൺസപ്ഷൻ അല്ലേ, ഇത്രയും മെഷീൻസ് നമ്മൾ കണ്ടാണ് ഓരോ മാസത്തിൽ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, അത് കാൽക്കുലേഷൻസ് ചെയ്ത് പഠിക്കുക, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ അതേപോലെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇലക്ട്രിക് ഷോക്കിൻ്റെ എന്ത് കാണാം, നിങ്ങൾക്ക് അതിൻ്റെ ഇലക്ട്രിക് ഷോക്കിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫിസിക്കൽ റിയാക്ഷൻ ടു ഇലക്ട്രിക് കറണ്ട് പാസിംഗ് ത്രൂ ദ ബോഡി. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇവിടെയുള്ള ഇലക്ട്രിക് ഷോക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ. നിങ്ങൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് എഴുതിയെടുത്തിട്ട് നിങ്ങൾ വായിച്ച് പഠിക്കുക. ഓക്കെ, അതേപോലെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഇവിടെ പറയുന്നുണ്ട്, ആ കാര്യങ്ങൾ നോക്കുക. ഓക്കെ, അതേപോലെ അതിനുശേഷം എന്താണ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് ഷോക്ക് അല്ലേ, ബേൺസ് വരാം, ഇറഗുലർ ഹാർട്ട് ബീറ്റ്സ്, ബ്രീത്തിങ് പ്രോബ്ലം, അതേപോലെ ഹെഡ് ഏക്സ്, ഇത്രയും കാര്യങ്ങൾ വീണ്ടും നമുക്ക് ഇവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം വിത്ത് സൈറ്റ്, ഡാമേജ് ഇൻറ്റേർണൽ മസിൽസ് ആൻഡ് ടിഷ്യൂസ്, ബ്ലഡ് പ്രഷർ ലോ, അങ്ങനെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഓക്കെ, ആ സെക്ഷനിൽ നിന്ന് പിന്നെ വരുന്നത് എമർജൻസി പോസിറ്റീവ് പേഴ്സൺ ഇൻജൂർഡ് ബൈ ആണ് ഇലക്ട്രിക് ഷോക്ക്. എന്തൊക്കെ ചെയ്യരുത്, ആ പേഴ്സണെ പോയി ടച്ച് ചെയ്യരുത്, അതേപോലെ പ്ലഗ് എന്ത് ചെയ്യണം, അൺപ്ലഗ് ദ അപ്ലയൻസസ്, ടേൺ ഓഫ് ദ പവർ ടു കൺട്രോൾ പാനൽ അല്ലേ. ഈ രീതിയിലുള്ള കാര്യങ്ങൾ, ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എഴുതി പഠിക്കുക. വായിച്ച് പഠിച്ചാൽ മറന്നു പോകും, നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, അതേപോലെ ഫ്യൂസ് എന്താണെന്ന് പഠിക്കണം, അതേപോലെ അതിൻ്റെ അഡ്വാൻറ്റേജ്, അതിൽ യൂസ് ചെയ്യിക്കുന്ന മെറ്റീരിയൽ ഏതാണ്, ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക കേട്ടോ. അഡ്വാൻറ്റേജ് ഇവിടെ പറയുന്നുണ്ട്, നമ്മളിവിടെ 5 എണ്ണം പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ 5 എണ്ണം പഠിച്ച് വെക്കുക. ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ നിങ്ങളോട് ഫ്യൂസ് മെറ്റീരിയലിൻ്റെ അഡ്വാൻറ്റേജ് അല്ല ഫ്യൂസ് ഉപയോഗിക്കുന്ന അഡ്വാൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം നിങ്ങൾക്ക് 6 പോയിൻ്റെങ്കിലും എഴുതാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു പോയിന്റ് എന്തായാലും പഠിച്ച് വെക്കുക. ഓക്കെ, ഇപ്പോൾ ഫ്യൂസിനെ നമുക്ക് HRC ഫ്യൂസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ബേസിക് ഫ്യൂസ് ഏതാണോ അത് പഠിക്കുക. ഇപ്പോൾ MCCB എന്താണ്, MCCBൻ്റെ ഫുൾ ഫോം, നിങ്ങൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ് MCCBയുടെ ഫുൾ ഫോം അല്ലേ. ഇവിടെ കൊടുത്തിട്ടുണ്ട് മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഓവർലോഡ്, ഷോർട്ട് സർക്യൂട്ട്, യൂസ്ഡ് ഫോർ സ്വിച്ചിങ് സർക്യൂട്ട്സ് അല്ലേ. നിങ്ങൾ ഇതാണ് നോക്കേണ്ടത്. MCCBൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് ഇവിടെയാണ്, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഓവർലോഡ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട്. ഓക്കെ, അതേപോലെ MCCB വർക്ക് ചെയ്യുന്ന 3 ഡിഫറെൻറ്റ് കണ്ടീഷൻ പറയുന്നുണ്ട്. ഓവർലോഡ് ട്രിപ്പ്, ഷോർട്ട് സർക്യൂട്ട് ഇൻസ്റ്റൻറ്റേനിയസ് ട്രിപ്പ്, അതേപോലെ എന്താണ് ഈ 2 കാര്യങ്ങൾ. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുക, ഓവർലോഡ് ട്രിപ്പും ഷോർട്ട് സർക്യൂട്ട് ഓർ ഇൻസ്റ്റൻറ്റേനിയസ് ട്രിപ്പും. ഓക്കെ, ഈ കാര്യങ്ങൾ മെയിനായിട്ട് അതിൽ നോക്കി വായിച്ച് എഴുതി പഠിക്കുക. ഓക്കെ, അതേപോലെ RCCBൻ്റെ കേസ് വരുന്ന സമയത്ത് നിങ്ങൾ RCCB എന്താണെന്നുള്ള ഫുൾ ഫോം നിങ്ങൾ അറിയണം. ഓക്കെ, റെസിജ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ, ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അതേപോലെ അതെന്തിനാണ്, എവിടെയാണ് അതിൻ്റെ യൂസ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്ന പോയിന്റ് എങ്കിലും മിനിമം നിങ്ങൾ എഴുതാൻ പഠിക്കുക. ഓക്കെ, അതേപോലെ ഈ ചിത്രം മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വരച്ച് പഠിക്കുക. ഓക്കെ, നിങ്ങൾ വരച്ച് പഠിക്കുക. അവിടെ നിങ്ങൾ ഇതിനെയാണ് നമ്മൾ ടൊറോയിഡൽ കോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ 3 കോയിലുണ്ട്. ഏതൊക്കെയാണ്, പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ ആൻഡ് ദി സെൻസിങ് കോയിൽ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ നോക്കി പഠിക്കുക. ഓക്കെ, നമ്മളെല്ലാം ക്ലാസ്സിൽ കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് നോക്കുക. അതിൻ്റെ പോയിന്റ്സ് ഇവിടെ വീണ്ടും എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇനി ELCB എന്താണ്, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ അല്ലേ. ആ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതി മനസ്സിലാക്കുക. ഓക്കെ, ELCBയുടെ ചിത്രങ്ങളും നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, വരച്ച് പഠിക്കുക. പിന്നെ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ബ്യൂറോ ഓഫ് BEE, ഒരു പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ BEE എന്നതിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അതേപോലെ എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്, ഏത് ആക്ടിൻ്റെ അണ്ടറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്, അതേപോലെ റേറ്റിംഗ്സിനെ പറ്റി പറയാം. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ഏതൊക്കെ അപ്ലയൻസസിന് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മസ്റ്റായിട്ട് ഈ റേറ്റിംഗ് കൊടുക്കേണ്ട കാര്യങ്ങളെപ്പറ്റി എല്ലാം നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ സ്റ്റാർ റേറ്റിംഗ് ഈസ് മാൻഡേറ്ററി ഫോർ ഓൺലി ദ ഫോളോയിങ് ഹെവി അപ്ലയൻസസ് അല്ലേ. ഏതൊക്കെയാണ്, റെഫ്രിജറേറ്റർ, ട്യൂബുലാർ ഫ്ലോറസെൻ്റ് ലാമ്പ്, റൂം എയർ കണ്ടീഷണർ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ, കളർ TV, CST AC, ഡയറക്റ്റ് കൂൾഡ് റെഫ്രിജറേറ്റർ ആൻഡ് ഇലക്ട്രിക് ഗൈസർ. ഓക്കെ, അതേപോലെ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ മുകളിലും എല്ലാത്തിനും നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് എന്ത്, ഈ ഒരു സ്റ്റിക്കർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ സ്റ്റിക്കറിൽ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. പറ്റുവാണെങ്കിൽ ഇത് വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ പോയിന്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പഠിക്കുക.
ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ റെഫ്രിജറേറ്ററിനെ എങ്ങനെ നമുക്ക് എനർജി സേവ് ചെയ്യാം, അതിനുള്ള പോയിന്റ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി പഠിക്കുക. ഓക്കെ, അതേപോലെ എനർജി സേവിങ് ടിപ്സ് ഓഫ് ലൈറ്റിംഗ്, അല്ലേ, ലൈറ്റിംഗ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് എനർജി ലൈറ്റിങ്ങിൻ്റെ കേസിൽ എങ്ങനെ സേവ് ചെയ്യുക എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കി ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് പോവാം. അപ്പോൾ അതേപോലെ തന്നെ സ്പെസിഫിക്കേഷൻ ടേബിൾ അല്ലേ നമ്മൾ കണ്ടു നേരത്തെ, ഒരു 10-15 ഇലക്ട്രിക്കൽ അപ്ലയൻസസ് കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓരോന്നിൽ എന്തൊക്കെ നിങ്ങളിവിടെ പോയിന്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ സീലിംഗ് ഫാനിൻ്റെ കേസിൽ നിങ്ങൾ സ്പെസിഫിക്കേഷൻ ടേബിൾ ഓഫ് സീലിംഗ് ഫാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്തൊക്കെ പോയിന്റ് ചെയ്യണം, എന്ത് റേറ്റഡ് വോൾട്ടേജ്, റേറ്റഡ് സ്പീഡ്, റേറ്റഡ് എയർ ഡെലിവറി, പവർ കൺസപ്ഷൻ, പവർ ഫാക്ടർ, ക്ലാസ് ഓഫ് ഇൻസുലേഷൻ ആൻഡ് കപ്പാസിറ്റി. ഏറ്റവും മിനിമം ഏതെങ്കിലും ഒരു 6 എണ്ണമെങ്കിലും നിങ്ങൾ എഴുതാൻ നോക്കുക. കാരണം ഇത് വരുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വന്ന് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് 7 മാർക്കാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു 7 പോയിൻറ്റോളം എഴുതുക. 3 മാർക്കിൻ്റെ ആണെങ്കിൽ മിനിമം ഒരു 3, 4, 5 പോയിൻറ്റ് നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്രയും എഴുതുക. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഏതൊക്കെ പോയിന്റുകൾ ഇവിടെ ശ്രദ്ധിക്കണം എന്നുള്ള. വാഷിംഗ് മെഷീനിലാകുമ്പോൾ ടൈപ്പ് നിർബന്ധമായിട്ട് എഴുതാം. അതേപോലെ മോട്ടർ ഏതാണെന്ന് എഴുതുക, വാട്ടർ കൺസപ്ഷൻ എഴുതാം, എനർജി കൺസപ്ഷൻ എഴുതാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നെറ്റ് വോൾട്ടേജ്, ഫ്രീക്വൻസി, അതേപോലെ ഉള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാത്തിലും എഴുതാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ അതെന്തായാലും എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ കേസിൽ വരുന്ന കാര്യങ്ങൾ മാക്സിമം പവർ, മിനിമം പവർ, അതേപോലെ മാക്സിമം ടെമ്പറേച്ചർ, മിനിമം ടെമ്പറേച്ചർ, അതേപോലെ ടൈം പ്രീസെറ്റ്. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അവിടെ എന്തായിരിക്കണം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ ടി വിയുടെ കേസിൽ എന്തൊക്കെയാണ് സ്ക്രീൻ സൈസ്, റെസൊല്യൂഷൻ, ടെമ്പറേച്ചർ ആൻഡ് വെയിറ്റ്. ഓക്കെ, ഇത്രയും പോയിൻ്റാണ് ടി വിയുടെ കേസിൽ നമുക്ക് വരിക. ഓക്കെ, ഇനി നമ്മൾ എയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ ഇൻപുട്ട് വോൾട്ടേജ് എല്ലാത്തിലും വരുന്നുണ്ട്. പവർ നമുക്ക് എഴുതാം, റേറ്റഡ് കറണ്ട്, കൂളിംഗ് കപ്പാസിറ്റി, റെഫ്രിജറൻ്റ് ഏതാണുള്ളത് നോക്കാം, പ്രോഡക്റ്റ് ടൈപ്പ് ഏതാണ് വരുന്നത് നോക്കുക. അതേപോലെ റെഫ്രിജറേറ്ററിൻ്റെ കേസ്, അതേപോലെ LED ലൈറ്റിങ്സ്. ഓക്കെ, LED ലൈറ്റിൽ ഏതാണ് വരുന്നത്, ലുമൻ എഴുതാം നിങ്ങൾക്ക്. അതേപോലെ കളർ എഴുതാം, ഏത് കളറാണ് വരുന്നത് എന്നുള്ളത്, ലൈഫ് സ്പാൻ എത്ര, മെറ്റീരിയൽ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം അയൺ ബോക്സിൽ എന്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെ കോട്ട് ചെയ്യാം, ഇൻപുട്ട് വോൾട്ടേജ് എന്തായാലും കോട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, 240 വോൾട്ടേജ് ആണ് വരിക. അപ്പോൾ അത് ചെറിയൊരു മിസ്റ്റേക്കാണ്, ടൈപ്പിംഗ് എറർ വന്നതാണ്. അപ്പോൾ പവർ ആണെങ്കിൽ എത്ര പവർ, അതേപോലെ ഫ്രീക്വൻസി, വെയിറ്റ്, ടെമ്പറേച്ചർ ആൻഡ് മെറ്റീരിയൽ, ഏത് മെറ്റീരിയലാണ് അത് ഉണ്ടാക്കിയതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഏത് സെക്ഷനിൽ നോക്കണം, ഇലക്ട്രിക്കൽ അപ്ലയൻസസിൻ്റെ സ്പെസിഫിക്കേഷൻ ടേബിളിൻ്റെ കേസിൽ നോക്കണം. ഇത് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, ഇതില്ലാതൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഇനി അതിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്നല്ല, മസ്റ്റായിട്ട് ചോദിക്കാൻ പോകുന്നൊരു ക്വസ്റ്റ്യനാണ് ഇത്, പ്രോബ്ലംസ്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് പ്രോബ്ലംസ് തരാം. അപ്പോൾ നിങ്ങളവിടെ എങ്ങനെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 10 ഫ്ലൂറസെൻ്റ് ലാമ്പ് ഈച്ച് 40 വാട്ട്സ് വർക്കിംഗ് 8 hours a day ആൻഡ് 4 ഫാൻ ഈച്ച് 60 വാട്ട്സ് വർക്കിംഗ് 8 hours a day ആൻഡ് എന്താ 2 കൂളേഴ്സ് ഈച്ച് 100 വാട്ട്സ് വർക്കിംഗ് 4 hours a day ആൻഡ് 5 ലാംപ്സ് 40 വാട്ട്സ് വർക്കിംഗ് 2 hours a day. അപ്പോൾ ഇത്രയും കാര്യങ്ങളോടെ പറയുന്നുണ്ട്. അതേപോലെ ചോദിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഇലക്ട്രിസിറ്റി ബിൽ ഫോർ മന്ത് ഓഫ് ഏപ്രിൽ അറ്റ് ദ റേറ്റ് ഓഫ് 5 per unit. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ എന്തൊക്കെ അറിയണം, നിങ്ങൾ എങ്ങനെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ എങ്ങനെ ചെയ്യാം, എത്ര അതിൻ്റെ വാട്ടേജ് എത്രയാണ്, അത് എത്ര സമയം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ ഈ ലാമ്പിൻ്റെ കേസ് ഇവിടെ ആൻസർ സെക്ഷനിൽ നിങ്ങളിവിടെ ചെക്ക് ചെയ്താൽ ഈ ഫസ്റ്റ് ലൈന് നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ നോക്കുന്നത്, എന്താണ് 10 ട്യൂബ്സ് ആണ്. 10 ട്യൂബിൻ്റെ എനർജി കൺസപ്ഷൻ ഈക്വൽ ടു 10 ഫ്ലൂറസെൻ്റ് ലാമ്പുകളാണുള്ളത്. അതാണ് ഇവിടെ 10 × 40 വാട്ട്സ്. ഒരു ബൾബിൻ്റെ എത്ര വാട്ട് ഉണ്ട്, ആ 40 വാട്ട്സ് ഇൻറ്റു ഒരു ദിവസം എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നത്, 8 hours. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, വാട്ട് അവറിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ വാട്ട് അവർ എന്നാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത എക്യുപ്മെൻറ്റ്സിൻ്റെ അല്ലെ അടുത്ത അപ്ലയൻസസിൻ്റെ എനർജി കാൽക്കുലേഷൻസ് ഇതേപോലെ ചെയ്യുക. ഇവിടെ വന്ന് നോക്കുക, 4 ഫാന് 60 വാട്ടിൻ്റെ 8 മണിക്കൂർ വർക്ക് ചെയ്താണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് ലൈനിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതേപോലെ 2 കൂളേഴ്സ് 100 വാട്ട്സിൻ്റെത് 4 മണിക്കൂർ ഒരു ദിവസം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ടോട്ടൽ എനർജി കൺസ്യൂംഡ് ഇവിടെ 6320 എങ്ങനെ കിട്ടിയത്, നിങ്ങളിവിടെ കിട്ടിയേക്കുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് അല്ലേ, 3200 വാട്ട്സ്, 1920 വാട്ട്സ്, 800 വാട്ട്സ് ആൻഡ് 400 വാട്ട്സ് അല്ല, വാട്ട് അവർ. ഓക്കെ, വാട്ട് അവർ. അപ്പോൾ ഇത്രയും വാട്ട് അവർ നിങ്ങൾ കൂട്ടി 6320 വാട്ട് അവർ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിന് കിലോ വാട്ടിൽ മാറ്റുക, ഇൻറ്റു 10⁻³ ഓർ ഡിവൈഡഡ് ബൈ 1000 അല്ലേ. അപ്പോൾ ഇതിനെ 1000 ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, 6.32 കിലോ വാട്ട് അവർ എന്ന് നമുക്ക്
ടോട്ടൽ എനർജി കൺസപ്ഷൻ ഏതാണ് പെർ ഡേ കിട്ടും. ഓക്കെ, ഒരു ദിവസത്തെ കൺസപ്ഷൻ കിട്ടും. ഇനി അത് കിട്ടിക്കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ടേ, അടുത്ത നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഇലക്ട്രിസിറ്റി ബിൽ ഫോർ ദ മന്ത് ഓഫ് ഏപ്രിൽ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ടേ, നമുക്ക് ഏപ്രിൽ എത്ര ദിവസം ഉണ്ടെന്ന് അറിയണം. ഏപ്രിൽ എത്ര ദിവസം ഉള്ളത്, 30 days ആണ് വരുന്നത് അല്ലേ. ആ 30 daysനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഈ നമുക്ക് കിട്ടിയേക്കുന്ന ടോട്ടൽ എനർജി കൺസ്യൂംഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് കിട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 189.6 എന്താണ് കിലോ വാട്ട് അവർ അല്ലേ. 189.6 കിലോ വാട്ട് അവർ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ആ ആൻസർ ആയിട്ട് കിട്ടിയതിനെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അപ്പോഴും നമുക്ക് എന്ത് കിട്ടില്ല, നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തിയിട്ടില്ല. നമുക്ക് എന്താ കിട്ടേണ്ടത്, കാൽക്കുലേറ്റ് ദ എന്ത് റേറ്റ് അല്ലേ, ഇലക്ട്രിസിറ്റി ബില്ലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരു യൂണിറ്റിന് വരുന്ന 5 രൂപ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു മാസം ചിലവായിരിക്കുന്നത് എന്താണ്, 189.6 കിലോ വാട്ട് അവർ ആണ്. അപ്പോൾ എന്താണ് 189.6 × 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 948 റുപ്പീസ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനെ ഡീൽ ചെയ്യേണ്ടത്. നമ്മൾ ടേബിൾ വരച്ചിട്ടുള്ള ഫോർമാറ്റ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് ചെയ്യുകയാണെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു പക്ഷേ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ലൈൻ മാത്രം തന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എനർജി കൺസപ്ഷൻ ചോദിക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് മുഴുവനായിട്ട് ചോദിക്കാം. സോ നിങ്ങൾ ഓരോ മാസം എത്ര ഡേയ്സ് വരുന്നുണ്ടെന്നുള്ളത്, ഇപ്പോൾ ഫോർ ദ മന്ത് ഓഫ് ഏപ്രിലാണ് പറഞ്ഞത്. അപ്പോൾ ഏപ്രിൽ 30 ഡേ ആണ് വരുന്നത്. നിങ്ങൾക്ക് ഓരോ മാസങ്ങളിൽ എത്ര ദിവസം വരുന്നുണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് വേണം എക്സാം ഹോളിലേക്ക് പോകാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് മൊഡ്യൂൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എലമെൻ്ററി കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂൾ നമുക്കൊന്ന് ക്വിക്കായിട്ട് ഒന്ന് റിവൈസ് ചെയ്യാം. അതിൻ്റെ മെയിനായിട്ട് നമ്മൾ ആ മൊഡ്യൂൾ കണ്ടിട്ടുണ്ടായിരുന്ന ഇലക്ട്രിക്കൽ കറണ്ടിൻ്റെ എഫക്റ്റിൻ്റെ കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ അതിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ സിലബസിനെ നമ്മൾ ഇലക്ട്രിക്കൽ ലാമ്പ് ഒരു സെക്ഷൻ, ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ആൻഡ് ഇലക്ട്രോളിസിസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോർഷൻസ് ഏതാണ് ഇൻ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എക്സാം. ഓക്കെ, അതിലെന്താണ് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ വെച്ചാൽ ഇലക്ട്രോളിസിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഇലക്ട്രോളിസിസ് ഇല്ലാതെ ഇതുവരെ ഒരു എക്സാം കണ്ടക്ട് ആയിട്ടില്ല. സോ ഇലക്ട്രോളിസിസിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്, അതിന് വേണ്ട കാര്യങ്ങൾ ഏതൊക്കെ പാർട്സ് അല്ലേ, ആനോഡ്, കാഥോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്, ഇത്രയും കാര്യങ്ങൾ വേണം എന്നുള്ള ഐഡിയ ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ഇലക്ട്രോളിസിസ് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് പ്രിൻസിപ്പിൾ പറയാനും അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഡയഗ്രം വരച്ച് പാർട്സ് അടയാളപ്പെടുത്താനും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, അടുത്തതാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. ഓക്കെ, ഇതിൽ ഫാരഡേസ് ലോ എന്താണെന്ന്, ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ഇക്വേഷൻസ് കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇലക്ട്രിക് ഹീറ്റിംഗ്. ഓക്കെ, ഇലക്ട്രിക് ഹീറ്റിംഗ് പറയുമ്പോൾ നിങ്ങൾ ഇലക്ട്രിക് ഹീറ്റിങ്ങിന് തൊട്ടടുത്ത് തന്നെ പഠിക്കേണ്ടത് അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രിക് ഹീറ്റിംഗ് ആണ്. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രിക് ഹീറ്റിംഗ്, അതേപോലെ റിക്വയർമെൻറ്റ് ഓഫ് എ ഗുഡ് ഹീറ്റിംഗ് എലമെൻറ്റ്. ഓക്കെ, ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കിയിട്ട് പോവുക. നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയ കാര്യങ്ങളാണ്. സോ അതെന്തായാലും പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ഹീറ്റിംഗ്, ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിന് നമുക്ക് റെസിസ്റ്റൻസ് ഹീറ്റിംഗുമായിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഹീറ്റിംഗ് നമുക്ക് ഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ആൻഡ് ഇൻഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ആയിട്ട് നമ്മൾ രണ്ടായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും ചിത്രം വരയ്ക്കാനും അതിൻ്റെ ഡീറ്റെയിൽസും പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, അതേപോലെ ഡയലക്ട്രിക് ഹീറ്റിംഗ് അല്ലേ, ഡയലക്ട്രിക് ഹീറ്റിംഗ് കപ്പാസിറ്റർ എന്താണ്, അതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ സിലബസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ സിലബസ് കാണാം. അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓൺലിയാണ്, കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട, അതിൻ്റെ ജസ്റ്റ് ബേസിക് പ്രിൻസിപ്പിൾ പറയാം, അതിൻ്റെ ഒരു ചിത്രം വരയ്ക്കുക, കഴിഞ്ഞു. ഓക്കെ, അത്രയും മാത്രം പഠിച്ചിട്ട് പോവുക. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്താൻ വേണ്ടി പറ്റണം. അതേപോലെ ഇനി ലാമ്പിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലൂറസൻ ലാമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാമ്പാണ്. അപ്പോൾ ആ ഫ്ലൂറസൻ ലാമ്പിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് കാര്യങ്ങളൊക്കെ, അതേപോലെ അതിൻ്റെ വർക്കിംഗ്, ഈ 3 പോയിൻ്റ് എന്ത് ചെയ്യണം, ഫ്ലൂറസൻ ലാമ്പിൻ്റെ കേസിൽ നിങ്ങൾ പഠിക്കണം. അതിൻ്റെ പ്രധാനമായിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചിട്ട് വേണം പോകാൻ. അതേപോലെ സോഡിയം വേപ്പർ ലാമ്പ് എന്തൊക്കെ പഠിക്കണം, അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ കൺസ്ട്രക്ഷനും വരച്ച് അതിൻ്റെ പാർട്സ് അടയാളപ്പെടുത്തി അതിൻ്റെ വർക്കിങ്ങും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, വരയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ വർക്കിങ്ങും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം. അതേപോലെയാണ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, ഏതൊക്കെയായിരുന്നു, കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ അല്ലേ. നമ്മളൊരു ചിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, അടുപ്പത്തൊരു പാത്രമൊക്കെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, നമ്മളൊരു ചിത്രം നമ്മൾ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്ന ചിത്രം. അപ്പോൾ നിങ്ങൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് 3 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പഠിച്ചിട്ട് പോവുക, കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. അതേപോലെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഇൻകാൻഡസെന്റ് ലാമ്പ് അല്ലേ. പണ്ട് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന
അതേ ലാമ്പാണ് ഏത് ഇൻകാൻഡസെന്റ് ലാമ്പ്, ആ മഞ്ഞ വെളിച്ചമുള്ള. അതേപോലെ വരാനുള്ള അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത് LED ലാമ്പ്. അപ്പോൾ ഈ 4 ലാമ്പുകൾ ഏതൊക്കെയാണ്? ഇൻകാൻഡസെന്റ് ആൻഡ് LED, പിന്നെ ഫ്ലൂറസെന്റ്, സോഡിയം വേപ്പർ ലാമ്പ്. ഇത് 4 നിങ്ങൾ മസ്റ്റായിട്ട് വരച്ച് പഠിച്ച് അതിലെ പാർട്സുകളുടെ അടയാളപ്പെടുത്താൻ പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, എക്സാം ഹോളിലേക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ ജസ്റ്റ് അതിൻ്റെ മെറ്റീരിയൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണുവാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം ഇലക്ട്രിക്കൽ ലാമ്പ്. ഇതേതാണ്? ഇൻകാൻഡസെന്റ് ലാമ്പാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുക, ആൻഡ് ഇലക്ട്രിക്കൽ ലാമ്പ് ഈസ് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു ലൈറ്റ് എനർജി അല്ലേ. ലൈറ്റ് എനർജി കിട്ടാൻ വേണ്ടി ഇലക്ട്രിക്കൽ എനർജീനെ കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണെന്ത്? ഇലക്ട്രിക്കൽ ലാമ്പ്. ഓക്കെ, അപ്പോൾ അതിനൊരു ഡെഫിനേഷൻ നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കുക. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ആൻസേഴ്സിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇൻകാൻഡസെന്റ് ലാമ്പ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സുകൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ കാര്യങ്ങൾ വരയ്ക്കാൻ വേണ്ടി പഠിക്കുക. അതേപോലെ ഈ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിച്ചിട്ട് പോവുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഷോർട്ട് ആക്കിയിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ച് റെഡിയാക്കിയിട്ട് പോവുക. ഓക്കെ, അതേപോലെ ഫ്ലൂറസെന്റ് ലാമ്പ് അതിൻ്റെ കൺസ്ട്രക്ഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ ചിത്രം വരയ്ക്കുക. ഈ ചിത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചിത്രം. ഇത് നിങ്ങൾ വരച്ച് പഠിച്ചിട്ട് പോവുക. ഇമ്പോർട്ടൻറ്റ് പാർട്സുകൾ, ഇപ്പോൾ സ്റ്റാർട്ടർ, ലോങ് ട്യൂബ്, സ്വിച്ച്, സപ്ലൈ ആൻഡ് ചോക്ക്, ഈ സർക്യൂട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അതേപോലെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതേപോലെ അതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നിങ്ങളത് നോക്കി കണ്ട് പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, LED ലാമ്പിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാം. ഈ രീതിയിൽ നിങ്ങൾ ചിത്രം വരച്ച് അതിൻ്റെ പാർട്സ് എല്ലാം അടയാളപ്പെടുത്തി നിങ്ങളതിൻ്റെ വർക്കിംഗ് ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ അതിൻ്റെ വർക്കിങ്ങും കാണാം, ചിത്രവും കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ച് കൃത്യമായിട്ട് എഴുതി പഠിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, അതേപോലെ സോഡിയം വേപ്പർ ലാമ്പ്. സോഡിയം വേപ്പർ ലാമ്പ് മുമ്പത്തെ ഈ ഇപ്പോൾ കണ്ട 4 ലാമ്പുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചതാണ്. റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതും എന്ത് ചെയ്യുക, ചിത്രങ്ങൾ വരച്ച് പാർട്സ് എല്ലാം അടയാളപ്പെടുത്തി അതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും എഴുതാൻ പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഹീറ്റിങ്ങിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, ഇലക്ട്രിക് ഹീറ്റിംഗ് വരികയാണെങ്കിൽ എന്താണ് ഇലക്ട്രിക് ഹീറ്റിംഗ് അല്ലേ. ഇലക്ട്രിക് ഹീറ്റിംഗ് ഇസ് എ പ്രോസസ് വിച്ച് ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. ഇറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ഏതൊക്കെ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്തൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ അല്ലേ. ഈ പോയിന്റ്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ഡീറ്റെയിൽസ്, കണ്ടക്ഷൻ എന്താ, കൺവെക്ഷൻ എന്താ, റേഡിയേഷൻ എന്താ, ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ നോട്ടിലുണ്ട്. ആ കാര്യങ്ങൾ നോക്കുക. അതേപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് എന്ത് കാണാം, ആ നോട്ട്സ് കാണാം. ഈ നോട്ട്സ് എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതിയെടുത്ത് പഠിച്ച് വൃത്തിയായിട്ട് പോവുക. ഓക്കെ, അതിനുശേഷം എന്തൊക്കെയാണ് ഇലക്ട്രിക് ഹീറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്ലീൻനെസ്, നോ പൊല്യൂഷൻ, ഈസ് ഓഫ് കൺട്രോൾ, ഹൈ ടെമ്പറേച്ചർ, യൂണിഫോം ഹീറ്റിംഗ്, ലോക്കലൈസ്ഡ് ഹീറ്റിംഗ് ഇൽ പോസിബിൾ ആൻഡ് ഹൈ എഫിഷ്യൻസി. ഓക്കെ, ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് 3 മാർക്കിന് ക്വസ്റ്റ്യൻസിൽ വരാം. അധികവും നമ്മൾ 7 മാർക്കിന് ക്വസ്റ്റ്യൻസിലാണ് കണ്ടിട്ടുള്ളത്. 7 മാർക്കിന് ക്വസ്റ്റ്യൻസിലാണെങ്കിൽ നിങ്ങൾ 7 പോയിന്റ് എഴുതി വിത്ത് ഓരോ പോയിന്റിന് കൂടെ കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ മാർക്ക് നിങ്ങൾക്ക് ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 3 മാർക്കിൻ്റെ ആണെങ്കിൽ നിങ്ങൾ പോയിന്റ് എഴുതുമ്പോൾ ഒരു 6 പോയിന്റെങ്കിലും നിങ്ങൾക്ക് ആ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ എഴുതാൻ വേണ്ടി പറ്റണം. കാരണം അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇവിടെ പോയിന്റ്സ് വെച്ചിട്ടുണ്ട്. ലോ അറ്റൻഷൻ നീഡഡ്, ലെസ് ഫ്ലോർ ഏരിയ റിക്വയർഡ്, ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് എക്കണോമിക്കൽ. ഇത്രയും 11 പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ കൃത്യമായി എഴുതി പഠിച്ചിട്ട് പോവുക. അടുത്തതാണ് റിക്വയർമെൻറ്റ് ഓഫ് ഗുഡ് ഹീറ്റിംഗ് മെറ്റീരിയൽ അല്ലേ. അതിൽ 1, 2, 3 ടോട്ടൽ എത്ര 9 പോയിന്റ്സ് പറയുന്നുണ്ട്. ഈ പോയിന്റ് കൃത്യമായി എഴുതി പഠിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടി പോവുക. ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണമാണ് റിക്വയർമെൻറ്റ് ഓഫ് ഗുഡ് ഹീറ്റിംഗ് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ അതേപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹീറ്റിംഗ് മെത്തേഡ്സ് ഇവിടെ നിങ്ങൾക്ക് ഒരു കമ്പാരിസൺ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണാം. ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ ഉണ്ട്. ഇലക്ട്രിക് ഹീറ്റിങ്ങിന് പവർ ഫ്രീക്വൻസി ഹീറ്റിംഗ്, ഹൈ ഫ്രീക്വൻസി ഹീറ്റിംഗ്, റെസിസ്റ്റൻസ് ഹീറ്റിംഗ്, ആർക്ക് ഹീറ്റിംഗ് ആൻഡ് ഡയലക്ട്രിക്. ഈ രീതിയിലൊക്കെ നിങ്ങൾ ഡിവൈഡ് ചെയ്തൊക്കെ വെക്കാം. പക്ഷേ ഇതിൻ്റെ ഒന്നും കാര്യമില്ല. നിങ്ങൾ ആകെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്. ഓക്കെ, റെസിസ്റ്റൻസ് ഹീറ്റിങ്ങിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, അതിനെ തിയററ്റിക്കലി നമുക്ക് എങ്ങനെയൊക്കെ പറയാം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതേപോലെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. അപ്പോൾ നിങ്ങൾ റെസിസ്റ്റൻസ് ഹീറ്റിങ്ങിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് പഠിച്ചിട്ട് പോവുക. ഒരു പക്ഷേ ഡയറക്റ്റ് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മാത്രം ചോദിക്കാം. അതല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഹീറ്റിംഗ് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റണം, ഡയറക്റ്റ് ഹീറ്റിങ്ങും ഇൻഡയറക്റ്റ് റെസിസ്റ്റൻസ് ഹീറ്റിങ്ങും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എഴുതാൻ വേണ്ടി പറ്റണം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ഇതാണ് ഡയറക്റ്റ് ഹീറ്റിങ്ങിൻ്റെ ചിത്രം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ചാർജ് എന്ന് കൊടുത്തിട്ടുണ്ട്. ചാർജ് എന്ന് വെച്ചാൽ ഏത് മെറ്റീരിയലാണ് ഹീറ്റ് ആവേണ്ടത് അതിനാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. നമ്മൾ ചാർജ് എന്ന് പറയാം. ഓക്കെ, ഏത് മെറ്റീരിയലാണോ ഹീറ്റ് ആവുന്നത് അതിനാണ് നമ്മൾ ചാർജ് എന്ന് പറയാം. അതേപോലെ നമ്മൾ ഇലക്ട്രോഡ്സിൻ്റെ സപ്ലൈ കൊടുക്കുന്നു, ഫർണസ്, ഇതേ പാർട്സുകളെല്ലാം മാർക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഓക്കെ, അതേപോലെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെ വരുന്നുണ്ടെന്ന് നോക്കുക അല്ലേ.
ഇവിടെ നമ്മളിപ്പോൾ എന്താണ് കാണുന്നത്? ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഡയറക്റ്റ് ഹീറ്റിങ്ങിൻ്റെ പോയിന്റ്സ് ആണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ പോലെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയെന്ന് ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്ത് വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുക. അതേപോലെ ഇതാണ് ഇൻഡയറക്റ്റ് ഹീറ്റിങ്ങിൻ്റെ ഇമേജ് വരുന്നത്. അപ്പോൾ ഈ ചിത്രം അല്ലെ പിക്ചർ റെപ്രസെൻറ്റേഷൻ വരുന്നത് ഈ ചിത്രം നിങ്ങൾ വരച്ച് പഠിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, ഇവിടെ ഇൻഡയറക്റ്റ് ഹീറ്റിംഗ് പറയാൻ കാരണം എന്താ? റെസിസ്റ്റൻസും ചാർജ് ആവേണ്ട മെറ്റീരിയൽ തമ്മിൽ ഒരു കോൺടാക്റ്റും വരുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് ഡയറക്റ്റ് ഫിസിക്കൽ കോൺടാക്റ്റ് വരുന്നില്ല. അതുകൊണ്ടാണ് എന്തിന് നമ്മൾ ഇൻഡയറക്റ്റ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങളിൽ പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് വേണം പോവാൻ. അതേപോലെ ഇൻഡക്ഷൻ ഹീറ്റിംഗ് ഇവിടെ ചിത്രങ്ങളുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മെറ്റീരിയൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങളത് പഠിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, അതേപോലെ ഡയലക്ട്രിക് ഹീറ്റിംഗ് നിങ്ങൾക്ക് ഇത്രയും പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും തന്നെ പഠിക്കുക. അതല്ലെങ്കിൽ ഇതിനെ നിങ്ങൾ കൺസൈസ് ആയിട്ട് സമ്മറൈസ് ചെയ്ത് പഠിച്ച് പോയിന്റ് അടക്കം വൃത്തിയായിട്ട് നോക്കിയിട്ട് പോവുക. ഓക്കെ, ഇവിടെ നിങ്ങൾ ഡയലക്ട്രിക് ഹീറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത വരുന്ന ഇലക്ട്രോളിസിസ് ആണ്. ഇലക്ട്രോളിസിസിൽ ഇതാ ആനോഡ്, കാഥോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഇലക്ട്രോളിസിസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. അതേപോലെ അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫാരഡേസ് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ലോനെയും നിങ്ങളിവിടെ കാണാം. ഫസ്റ്റ് ലോ പറയുന്നുണ്ട്, അതിൻ്റെ ഇക്വേഷൻസ് കാര്യങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം. അതേപോലെ സെക്കൻഡ് ലോ പറയുന്ന സമയത്ത് ഈ രീതിയിൽ നിങ്ങൾ തന്നെ ചിത്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പഠിക്കും. ഓക്കെ, ഇലക്ട്രോളിസിസിൻ്റെ ആപ്ലിക്കേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഇലക്ട്രോ ഡെപ്പോസിഷൻ, ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഇലക്ട്രോ മെറ്റലൈസേഷൻ ആൻഡ് ഇലക്ട്രോ ഫേസിങ്, ഇലക്ട്രോ ഫോമിങ് ആൻഡ് ഇലക്ട്രോ ടൈപ്പിംഗ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓർത്ത് വയ്ക്കുക, പഠിച്ച് എഴുതി പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? നിങ്ങൾ പോവാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാണുമ്പോൾ നമ്മൾ തേർഡ് മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ എഴുതി പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? എക്സാമിന് വേണ്ടി പോവാൻ. എല്ലാവർക്കും താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.